ഓരോ ശ്വാസത്തിലും ഈ കലാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. പാട്ട്, മിമിക്രി, താളം, ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ മനസ്സിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എനിക്ക് അങ്ങനെ അധികം ടെൻഷനോ വിഷമങ്ങളോ പ്രയാസങ്ങളോ അതൊന്നും തോന്നാറില്ല. അപ്പോൾ അങ്ങനെ അടിയന്തര ഘട്ടങ്ങൾ വരുമ്പം നമ്മൾ തീർച്ചയായിട്ടും ആ വിഷമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. എപ്പോഴും മനസ്സിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ചിരിച്ച മുഖത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സിൽ നല്ല ചിന്തകൾ നിറച്ചുകൊണ്ട് ആണ് ഞാനങ്ങനെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ട് കാഴ്ച പരിമിതി എന്ന് പറയുന്ന ഒരു കുറവ് തന്നെയാണ്. അപ്പോൾ ഓരോ കലാരൂപം, പ്രത്യേകിച്ച് നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ, അതുപോലെ നമ്മൾ കൂടിയാട്ടം പോലെയുള്ള കലാരൂപങ്ങൾ കണ്ടു, അത് കണ്ട് ആസ്വദിക്കേണ്ട കലാരൂപങ്ങൾ. പക്ഷേ നമ്മുടെ ആ കുറവ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് കേട്ട് മാത്രമേ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ആ ഗാനങ്ങളും അതുപോലെ തന്നെ ആ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതും ആ വരികളുടെ ഭംഗിയും അതെല്ലാം ആ ഗായകരുടെ ശബ്ദവും ഇതെല്ലാം നമ്മൾ വളരെയധികം ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. നാടൻ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ നാടൻ പാട്ട് അവതരിപ്പിച്ചു ആദ്യമായിട്ട്. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാം അതിൻ്റെ ഫലമായിട്ട് കിട്ടുകയുണ്ടായി. ആദിയില്ലല്ലോ ഒരന്തമില്ലല്ലോ കാലം പോയ യുഗത്തിൽ ഒയ്യരയം തകരയോരയോരയം. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാഴ്ചയുള്ള ആളുകളോടൊപ്പമാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ആരെയും പരിചയമില്ല, അവിടെ മത്സരിക്കാൻ വരുന്നവരെ അറിയില്ല, ഓഡിയൻസിനെ അറിയുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ മാത്രമേ അറിയുള്ളൂ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ. പലപ്പോഴും ഈ ഗായികമാരെ കിട്ടാനൊരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കൊല്ലത്തു നിന്നുള്ള ജയലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി, ജയ, നമ്മുടെ സ്വന്തം ജയ, അതാണ്. അപ്പോൾ അങ്ങനെ ജയ നമ്മുടെ കൂടെ പാട്ട് പാടാനായിട്ട് വരികയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ പരിപാടിയിൽ തന്നെ പാട്ടൊക്കെ കേട്ടു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായി. ജയലക്ഷ്മിക്ക് എന്നോടും എനിക്ക് ജയലക്ഷ്മിയോടും ഉള്ള ഇഷ്ടം അത്യാവശ്യം നമ്മുടെ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി. അതിനെ തുടർന്ന് ജയലക്ഷ്മിയെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിത സഖിയാക്കി മാറ്റി. അങ്ങനെ ഞങ്ങൾക്കൊരു മോനായി കൃഷ്ണപ്രസാദ്. മിടുക്കനായ ഒരു കുട്ടിയാണ്, കലാകാരനാണ്, മിമിക്രിക്കാരനാണ്. വെള്ളത്തുള്ളികൾ വീഴുന്ന ശബ്ദം, ശബ്ദമാണ് എൻ്റെ മാധ്യമം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ മുഖ്യമന്ത്രിയാണ്, നയനാരാണ്. അപ്പം ഞാൻ ആ ഒരു സന്തോഷ വാർത്ത ഓനെ വിളിച്ചൊന്ന് നേരിട്ട് പറയാൻ വേണ്ടി ഫോണിൽ വിളിച്ചതാണ്. അപ്പോൾ ആ ശബ്ദത്തിലൂടെ പരമാവധി എല്ലാ കാര്യങ്ങളും കേൾക്കാനും ആസ്വദിക്കാനും തിരിച്ചറിയാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളെ പോലും വലിയ പ്രശ്നവും പ്രതിസന്ധിയുമാക്കി കാണുന്നവരാണ് നമ്മൾ. പക്ഷേ ഏറ്റവും വലിയ പരിമിതിയെ ഒരു പുഞ്ചിരിയോടെ നേരിട്ട് കലയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഉത്സവമാക്കി മാറ്റുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ കലാകാരന്മാർ. ക്യാമറമാൻ ബിജു വി എസിനോടൊപ്പം കാർത്തിക മഠത്തിൽ, മാതൃഭൂമി ന്യൂസ്.